അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന പോലത്തെ അതേ ടേസ്റ്റിലുള്ള ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1.25 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കടലമാവിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറായാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1.25 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്താൽ ഇങ്ങനെ കിട്ടണം. ഇനി കുറച്ച് കാഷ്യൂവും കിസ്മിസും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് രണ്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടായിട്ട് വരുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററി ഇതുപോലെ ഒരു ഹോൾസ് ഉള്ള ഒരു തവ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കട്ട പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കട്ട പിടിച്ചാലൊന്നും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറാണ്ട് പ്രത്യേകം നോക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുത്താൽ മതി. അപ്പം നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബൂന്തി ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഓവർ ഗ്രൈൻഡ് ആയി പോകാണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ആയി എടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമ്മൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് 1 കപ്പ് ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കടലമാവ് 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻ്റാണ് ഇതും എടുക്കേണ്ടത്. അപ്പോൾ 1.25 കപ്പിന് 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗറെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2-3 ഏലക്ക ചേർത്ത് കൊടുക്കണം. അപ്പം പഞ്ചസാര മെൽട്ടായ പോരാ, ഒട്ടുന്നൊരു പരുവത്തിലാണ്, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന കൈ കൊണ്ട് നമ്മൾ തൊട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ലൂസായിട്ടാണ് ഉണ്ടാകുക. നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ടൈറ്റായിട്ട് വരും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം വെച്ചപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കുറച്ച് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കിസ്മിസും കാഷ്യൂ നട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതുവരെ ബൈ.